Just some information for you. Today we will have the Malayalam service, but please pick a copy of this Tuesday booklet, which is at the back, because as we have sung the Sayana Namaskaram, we will be singing it in English. So please pick up a copy of this also, um, which will be the last chant without the Kumbidil, which is found on page 13 onwards. Other than that, all services will be in Malayalam. Please follow the orange book that is available there. Please also pick up a sacred songs and solos. The opening song will be from here. Shall we bow heads in prayer? Almighty God, thou hast sent your only begotten Son to die for us on the cross. During this week, we meditate on your suffering, on your passion, and your pain that you have endured. Enable us to have capture the vision of the cross and enable us to live a life that is worthy in the character of the cross. Speak to us from those prayers and chants and from thy word. In Jesus' name we pray. Shall we all stand and sing the opening song, song number 115 from the Sacred Songs and Solos, the English song, Sacred Songs and Solos 115, When I Survey the Wondrous Cross. When I survey the wondrous cross on which the Prince of Glory died, my richest gain I count but loss, and more contempt on all my pride. Forbid it, Lord, that I should boast, save in the death of Christ my God. All the vain things that charm me most, I sacrifice them to His word. See from His head, His hands, His feet, sorrow and love flow mingled down. Did such love and
ആഴ്ചയുടെ ക്രമം പേജ് 1. കൗമ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം തന്നെ. ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ടറിഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനുരുവാനിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട വിശ്വാസപ്രധാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട വിശ്വാസപ്രധാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശിയാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഇഷ്ടാവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. 32 77 പുറം പേജ് 77. പേജ് 77. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനെ നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനെ നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനെ നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പേജ് 32. കർത്താസ്തുതി നിനക്കു താതേനു ബഹുമാനം വിശുദ്ധ റൂഹായ്ക്കും പുകഴ്ച വന്ദനം. പാപികളാകുന്ന നിന്നുടെ അടിയാരിൽ അനുഗ്രഹം കൃപയും ചൊരിഞ്ഞിടണമേ നീ. മേലുള്ള യെരൂശലേം വാതിൽ തുറന്നിട്ടു മശിഹാ സിംഹാസന പ്രാർത്ഥനയെത്തണമേ. സ്തുതിയേൻ കർത്താവേ സ്തുതിയേൻ കർത്താവേ നിത്യ ശരണവുമേ സ്തുതിയേ. Our Father who art in heaven, hallowed be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our sins and offenses, as we forgive those who sin against us. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power, and the glory, forever and ever. Amen. Page 77. Page 77. ദൈവമായ കർത്താവേ
ഞങ്ങളുടെ ആത്മാക്കളുടെ അരകൾ കെട്ടിയും നിന്നെക്കുറിച്ചുള്ള അറിവുകൊണ്ട് ഞങ്ങളുടെ വിളക്കുകൾ പ്രകാശിച്ചും നിന്നിലുള്ള ശരണമാകുന്ന വടിയാൽ ഞങ്ങളുടെ ആത്മാക്കൾ ബലപ്പെട്ടും നിന്റെ കൽപ്പനകളുടെ ഇടുങ്ങിയ വാതയിൽ കൂടി മടികൂടാതെ ഓടുവാനും നിന്റെ വിശുദ്ധ ശരീരത്തിലും പുണ്യമാക്കുന്ന തിരുരക്തത്തിലും പങ്കുകൊള്ളുവാനും നിന്റെ മുദ്രയും കീഴ്നാശവും ആപത്തും കൂടാതെ കാക്കപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നിനക്കും പിതാവിനും പരിശുദ്ധനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ആമേൻ. സ്വജനത്തിൽ നിന്ന് തുപ്പലേൽക്കുകയും വഴിതെറ്റിൽ നിന്ന് ജാതികളെ സ്വതന്ത്രമാക്കുകയും ചെയ്തവനായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹായാവുന്ന മൂറോൻ കൊണ്ട് വിശുദ്ധ സഭയെ സുഗന്ധപൂർണമാക്കിയ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപിനിയായ സ്ത്രീയുടെ കണ്ണുനീർ കൈകൊണ്ട് നിന്റെ കുറ്റങ്ങളും പാപങ്ങളും നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് അവളോട് അരുളിച്ചെയ്തവനുമായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭാവി നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. നിന്റെ അവകാശത്തെ ഉദാസീനമായി വിചാരിക്കരുതേ ദൈവമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്കിഷ്ടമുണ്ടായി നീ സൃഷ്ടിച്ച എല്ലാവരിൽ നിന്നും നിന്റെ ശ്രേഷ്ഠതയ്ക്ക് സ്തുതി കരേറ്റുമാറാകട്ടെ ദൈവമേ. ഞങ്ങളോട് ഉത്തരം ചെയ്യണമേ. നമ്മുടെ വീണ്ടെടുപ്പിനായി സമനസായാഗമായി തീർന്ന രഹസ്യങ്ങളുടെ കർത്താവിനു പെസഹ കുഞ്ഞാടിനെ ഒരുക്കുവാൻ ശിഷ്യന്മാരായ ശിമയോനെയും യോഹന്നാനെയും ഇന്ന് കർത്താവ് അയച്ചു. അവരിൽ ഒരുവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു തന്റെ വില വാങ്ങുകയും അവർ കഷ്ടതയും അതിവേദനയും കിട്ടുപോകാത്ത അഗ്നിയും അവകാശമാക്കുകയും ചെയ്യുമെന്നുള്ള രഹസ്യവും കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി. ഇന്ന് ശിമയോനും യോഹന്നാനും വിശുദ്ധ പട്ടണത്തിലേക്ക് പോയി പെസഹായുടെയും യാഗങ്ങളുടെയും ഉടയവന് കുഞ്ഞാടിനെ പാകം ചെയ്തു. മാളികയിൽ വെച്ച് രഹസ്യമടങ്ങിയ അത്താഴം അവർ ആചരിക്കുകയും ചെയ്തു. തന്റെ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുകയും വഴിയേറ്റിൽ നിന്ന് അതിനെ രക്ഷിക്കുകയും ചെയ്ത സകലത്തിന്റെ ഉടയവനായ ദൈവമേ, അങ്ങയുടെ സഭയിൽ നിന്ന് ഭിന്നതകളും തർക്കങ്ങളും മായ്ച്ച് നാനാഭാഗങ്ങളിൽ നിന്ന് അങ്ങയുടെ നിരപ്പും സമാധാനവും വസിക്കുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ഞാൻ കഷ്ടത അനുഭവിക്കുന്നതിന് മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിപ്പാനും പഴയ കാര്യങ്ങൾ നിവർത്തിച്ച് നിഴലായവ പൂർത്തീകരിപ്പാനും എന്റെ ശരീരം ക്ഷയിച്ചു പോകാത്ത പുതിയ ജീവന്റെ ആചാരമായി നൽകുവാനും എന്റെ രക്തത്തിൽ പുതിയ നിയമം നിങ്ങൾക്ക് പരിമേൽപ്പിപ്പാനും അതിയായി വാഞ്ചിച്ചിരിക്കുന്നുവെന്ന് എന്റെ ശിഷ്യന്മാർ തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തവനായ മെശിയാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മഹത്വത്തിന്റെ രാജാവും സകലത്തിന്റെയും ദൈവവും കരുണയാൽ പാപികൾക്ക് വേണ്ടി ക്രൂശിലെ മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവകുഞ്ഞോടുമായ മശിഹാ തമ്പുരാനെ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ ന്യായപ്രമാണ വിധിപ്രകാരമുള്ള പെസഹ ഒരുക്കുവാൻ ശിഷ്യന്മാരോട് നീ കൽപ്പിച്ചപ്പോൾ ശിമയോനും യോഹന്നാനും വിരിച്ചൊരുക്കിയ വൻമാളികയിൽ പെസഹ ഒരുക്കി. അത്താഴ സമയത്ത് നിന്റെ അരയിൽ തൂവാല കെട്ടി ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടച്ച് താഴ്മയുടെയും സ്നേഹത്തിന്റെയും ദൃഷ്ടാന്തം അവർക്ക് നൽകി. അത്താഴം കഴിഞ്ഞ ശേഷം തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എന്ന് അരുളിച്ചെയ്ത് അവർക്ക് കൊടുത്തു. അപ്രകാരം തന്നെ കാസായും എടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്ന് അരുളിച്ചെയ്തു. പഴവയ്ക്ക് സമാപ്തി വരുത്തി നിത്യജീവനും മരണമില്ലായ്മയും നൽകുന്ന പുതിയ നിയമം നീ ഏർപ്പെടുത്തി. ഇപ്രകാരം പഴമയിൽ നിന്ന് പുതുമയിലേക്കും ദാസ്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കും അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും വഴിതെറ്റിൽ നിന്ന് നേർവഴിയിലേക്കും നീ ഞങ്ങളെ നടത്തി. ഇത് ഹേതുവായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിനയമാകുന്ന അരക്കച്ച കെട്ടിയും സമാധാനമാകുന്ന ചെരുപ്പിട്ടും ജയമുള്ള സ്ലിബായാവുന്ന വടി
അവലംബിച്ചും ജീവപ്രദമായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിനെ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും പിതാവിനും ബസ്തുറായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊള്ളുന്നു. ആമീൻ. ദൈവ കുഞ്ഞാടേ ഞങ്ങളിൻ മഹത്വ നീ ലോകാരംഭത്തിനു മുൻപായി അറുക്കപ്പെട്ടോനേ, നിൻ സന്നിധിയിൽ ചേരുവാൻ ഞങ്ങളെ നീ നാശകൻ കയ്യിൽ നിന്നുദ്ധരിച്ചതിനാൽ നിന്തിരുമേനിയും തിരുരക്തവും അനുഭവിച്ചടിയാർ നിൻ മരണത്തെ ഓർത്തതിനെ കൊണ്ടാടുന്നീ നാൾ. ഹല്ലേലൂയ, സ്തോത്രം പാടുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തിന് തന്നെത്താൻ രൂപമായി തീർന്നവനും തൻ്റെ കുരിശിനാൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഞങ്ങളെ വിളിച്ച മനോഹരമായ പരിമളവും സുഗന്ധപൂർവവും സത്യനാഥനുമായ മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ ബലഹീനമായ അപേക്ഷയിൽ ശ്രദ്ധിക്കണമേ. പാപികളായ ഞങ്ങൾ നിനക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരവും പാപമോചനവും നൽകണമേ. കർത്താവേ, നിന്റെ താഴ്മയും കുരിശിന്റെ ശക്തിയും മരണത്തിന്റെ മഹിമയും ഞങ്ങളിൽ വിളങ്ങണമേ. നിനക്കും പിതാവിനും പരിശുദ്ധനും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുമാറാകണമേ. ആമീൻ. ഞങ്ങൾക്കായി ഏറ്റ നിൻ കഷ്ടത താഴ്ച എന്നുള്ള ഗീതം 1, 2, 6 ചരണങ്ങൾ പാടി നമുക്ക് കുപിടാം. 1, 2 and 6. ഞങ്ങൾക്കായി ഏറ്റ നിൻ കഷ്ടത താഴ്ച കർത്താവേ വാഴ്ത്തപ്പെട്ടതാകാൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് ചെയ്യണമേ. ശിഷ്യരിൻ കൂട്ടം കർത്താവിനായി പെസഹ ഒരുക്കാൻ സ്ഥലം തേടുന്നു. എല്ലാ മർമ്മവും കാണുന്നേശു, വല്ലായ്മയേതും തന്നിലില്ലാതെ എല്ലാം ഉള്ളിൽ വഹിച്ചിടുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് ചെയ്യണമേ. തളുപ്പീൻ രക്തം വീടുകൾ തോറും ലഭിക്കും രക്ഷ ഭാഗ്യം നൂനം. പുളിച്ച മാവിനെ അകറ്റിൻ വേഗം ഇരിപ്പീൻ പന്തിയിൽ പെസഹായെ നാം ഭുജിക്കാം ഗമിക്കാം കാനാൻ നാട്ടിൽ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കഷ്ടത സ്കീപ്പ മരണം എന്നുള്ള ഗീതം 1, 3, 4 ചരണങ്ങൾ പാടി നമുക്ക് കുമ്പിടാം. കഷ്ടത സ്കീപ്പ മരണം സഹിപ്പാൻ വന്ന മശീഹ, പ്രാർത്ഥന കേട്ടി അരുൾക നിൻ കൃപയെ ഞങ്ങളുടെ മേൽ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കണ്ടേ നിന്നോടെ സ്നേഹം മലമേൽ ഈശോനാഥ, പണ്ടേ ബലിയായി അർപ്പിച്ചെനിക്കായി താതനു നിന്നെ ലോക
ശാപം നിന്മേലേറ്റി എന്നെ മോചനം ചെയ്തോര അത്ഭുത സ്നേഹം നിനച്ചിടുന്നേ ദയയും നീതിയും തമ്മിൽ ചുംബനം ചെയ്യിച്ചാനീ നീതി വിശുദ്ധി പരമാനുഗ്രഹം നൽകി എനിക്കായി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഉത്തരമരുൾക അരുൾക ദേവ അനുഗ്രഹിക്ക മാത്യചിത്തം മാനസാന്തര വരുത്തി ഇടണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പേജ് 16, 16 പുറം, പേജ് 16. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായേ, നിന്റെ അനുഗ്രഹവാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാവുന്നുവെന്ന് ഞങ്ങളെ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. പേജ് 77, 77 പുറം, പേജ് 77. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, എന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചൊരിയണമേ. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, എന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മശിഹാ തമ്പുരാനേ, എന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. 32 പുറം, പേജ് 32. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധ റൂഹായിക്ക് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും ഉണ്ടായിരിക്കണമേ. മേലുള്ള യെരൂശലേമിന്റെ വാതിൽ തുറന്ന് മശിഹായ സിംഹാസനം മുൻപാകെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രവേശിക്കുമാറാകണമേ. കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങൾ ശരണമേ, നിനക്ക് സ്തുതി. ബാറയ്ക്കുമാർ. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our sins and offenses, as we forgive those who sin against us. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power, and the glory, now and forever. Amen. എല്ലാവർക്കും ഇരിക്കാം. Please be seated. The first and the second lessons will be read. The first lesson for this evening is taken from Isaiah chapter 28.
Therefore, hear the word of the Lord, you scoffers, who rule this people in Jerusalem, because you have said, you have made a covenant with death, and with Sheol we have an agreement. When the overwhelming whip passes through it, will not come to us. For we have made lies our refuge, and in falsehood we have taken shelter. Therefore, thus says the Lord God: Behold, I am the one who has laid as a foundation in Zion a stone, a tested stone, a precious cornerstone of a sure foundation. Whoever believes will not be in haste. And I will make justice the line and righteousness the plumb line. And hail will sweep away the refuge of lies, and waters will overwhelm the shelter. Then your covenant with death will be annulled, and your agreement with Sheol will not stand. When the overwhelming scourge passes through, you will be beaten down by it. As often as it passes through, it will take you. For morning by morning it will pass through, by day and by night, and it will be sheer terror to the understanding to understand the message. For the bed is too short to stretch oneself on, and the covering too narrow to wrap oneself in. For the Lord will rise up as on Mount Perazim, as in the valley of Gibeon, he will be roused to do his deed, strange in his deed, and to work his work. Aliens is his work. Now, therefore, do not scoff, lest your bonds be made strong. For I have heard a decree of destruction from the Lord God of hosts against the whole land. Give ear and hear my voice. Give attention and hear my speech. Does he who plow for sowing plow continually? Does he continually open the harrow with ground? When he has leveled its surface, does he not scatter dill sow coming, and put in wheat in rows, and barley in its proper place, and emmer as the border? For he is rightly instructed, his God teaches him. Dill is not threshed with a threshing sledge, nor is a cart wheel rolled over coming. But dill is beaten out with a stick, and coming with a rod. Does one crush grain for bread? No, he does not thresh it forever. When he drives his cart wheel over it with his horses, he does not crush it. This also comes from the Lord of hosts. He is wonderful in counsel and excellent in wisdom. Here ends the lesson. The second reading is taken from Colossians chapter 1, verses 9 to 22. And so, from the day we heard, we have not ceased to pray for you, asking that you may be filled with the knowledge of His will, in all spiritual wisdom and understanding, so as to walk in a manner worthy of the Lord, fully pleasing to Him, bearing fruit in every good work and increasing in the knowledge of God. May you be strengthened with all power according to His glorious might, for all endurance and patience with joy, giving thanks to the Father, who has qualified you to share in the inheritance of the saints in light. He has delivered us from the domain of darkness and transferred us to the kingdom of His beloved Son, in whom we have redemption, the forgiveness of sins. The preeminence of Christ. Verse 15. He is the image of the invisible God, the firstborn of all creation. For by him all things were created, in heaven and on earth, visible and invisible, whether thrones or dominions, or rulers or authorities. All things were created through him and for him. And he is before all things, and in him all things hold together. And he is the head of the body, the church. He is the beginning, the firstborn from the dead, that in everything he might be preeminent. For in him all the fullness of God was pleased to dwell,
and through him to reconcile to himself all things, whether on earth or in heaven, making peace by the blood of his cross. And you, who once were alienated and hostile in mind, doing evil deeds, he has now reconciled in his body of flesh by his death, in order to present you holy and blameless, and above reproach before him. If indeed you continue in faith, stable and steadfast, not shifting from the hope of the gospel that you heard, which has been proclaimed in all creation under heaven, and of which I, Paul, became a minister. Here ends the second reading. അപ്പോൾ എല്ലാവർക്കും എഴുന്നേൽക്കാം. Just your stand. Page 84. സകലത്തെയും തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചവനും പ്രകാശത്തിൻ്റെയും ജീവന്റെയും ഉറവും മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വേണ്ടി ശുശ്രൂഷകനായി തീർന്ന ദാസനും അജ്ഞരായ ശിഷ്യന്മാരെ ജ്ഞാനികളാക്കിയ ഗുരുവും ഞങ്ങളുടെ രക്ഷിതാവുമായ മശിഹാ തമ്പുരാനെ, നീ അരയിൽ തൂവാല ചുറ്റിയും പാത്രത്തിൽ വെള്ളമൊഴിച്ചും നിന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥമായ മാതൃക അവരെ കാണിച്ച് പഠിപ്പിച്ചു. കർത്താവേ, നിന്റെ അടിയാരായ ഞങ്ങളും ആ മാതൃക പിന്തുടർന്ന് താഴ്മയുള്ളവരും തമ്മിൽ സ്നേഹമുള്ളവരും ആകുവാൻ കൃപ നൽകുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഓർക്കാതിരിക്കുകയും ഞങ്ങളുടെ ദേഹാത്മാക്കളുടെ മാലിന്യം തീർത്തു വിശുദ്ധമാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഏഷണിയും അസൂയയും പിണക്കവും ദുർവികാരങ്ങളും ദുഷ്കൃത്യങ്ങളുമായ സകലത്തെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ആത്മാക്കളെ പുതുക്കി പരിശുദ്ധർവായാൽ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പരസ്പരം സഹിച്ചും ക്ഷമിച്ചും ബഹുമാനിച്ചും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ ചേർന്നിറങ്ങുമാറാകണമേ. ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധർവായിക്കും സ്തുതിയും കീർത്തനവും പാടുമാറാകണമേ. ആമേൻ. ഈ നാളിൽ യൂദർ പെസഹാടെ ആചാര്യന്മാർ മുൻ അണച്ചിടുന്നു. കുറ്റമില്ലാതെ പരിശോധിച്ചവർ കാഴ്ചവെച്ചിടുവാൻ ഒരുക്കിയിടുന്നു. ഈ നാളിൽ കർത്തൻ നഗരം വിട്ടു താതനുടെ പക്കൽ എഴുന്നള്ളുന്നു. കുഞ്ഞാടാം തന്നെ നിർദോഷിയായി തിരുമുൻപിൽ കാഴ്ച വെച്ചിടുന്നു. ഈ നാളിൽ യൂദർ പെസഹ ഭുജിപ്പാൻ ഭവനങ്ങൾ നന്നായി ഒരുക്കിയിടുന്നു. മിസ്രൈമിൽ നിന്നു ഗമിച്ചോരു വാർത്ത ഭവനങ്ങൾ തോറും പാടിയിടുന്നു. ഈ നാളിൽ കർത്തൻ പെസഹ ഒരുക്കാൻ ശിഷ്യരിരുപേരെ അയച്ചിടുന്നു. ചന്തമേറിടും മാളികയെടുപ്പാൻ പ്രവചനം ചൊല്ലി അയച്ചിടുന്നു. ഇന്നാളിൽ മോശ അഹറോൻ നിരുപേർ ഇസ്രായേലിൻ പെസഹ നടത്തിയിടുന്നു. പുളിച്ചതിനെ ത്യജിച്ചും സൂക്ഷിച്ചും ഭുജിപ്പാൻ ദൈവം താൻ ആജ്ഞ
അറിയിക്കുന്നു. ഈ നാളിൽ കർത്തൻ ഇസ്രായേലിൻ പെസഹ ദൃഷ്ടാന്തമാണ് ഉരച്ചിടുന്നു. തന്നിൽ നിറവേറുന്നതിൻ്റെ രഹസ്യം ശിഷ്യർക്കു വെളിവായി ചൊല്ലിടുന്നു. പാപികൾക്കായി പരിഹാര ബലിയായി തനത്താനാണച്ചോരു സുതനേ സ്തോത്രം. ഈ ബലിയേറ്റോരു താതനു സ്തുതിയും വിശുദ്ധരോഹായിക്കും തേജസ്സുമാമേൻ. ഞങ്ങൾക്കായി ഏറ്റ നിൻ കഷ്ടത താഴ്ച എന്നുള്ള ഗീതം 1, 3, 5 ചരണങ്ങൾ പാടി നമുക്ക് കുമ്പിടാം. 1, 3 and 5. ഞങ്ങൾക്കായി ഏറ്റ നീൻ കഷ്ടത താഴ്ച കർത്താവെ വാഴ്ത്തപ്പെട്ടതാകാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. തിരുമേനി ക്രൂശതിലയ്യോ എൻ പാപത്തിനായി നീ നുറുക്കി ചിന്തി നിന്റെ രക്തം വാൽനദി പോലെ ചങ്കിൽ നിന്നൻ വിശുദ്ധിയിനുറവ ഒരുക്കിയതിനാൽ വന്ദിക്കുന്നേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ജഡത്തിൻ മോഹം ലോകത്തെ നിമ്പം പാപവുമെന്നിൽ മരിച്ചതിനാൽ ഞാൻ അന്ത്യം വരെയും നിന്തിരുജീവനാൽ വളർന്നു ദുഷ്ടനെ ജയിപ്പാൻ കൃപയെ തരിക നാഥ. വണങ്ങുന്നേ ഞാൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്കായി കഷ്ടതകൾ 1, 2, 4 ചരണങ്ങൾ പാടി കുമ്പിടാം. ഞങ്ങൾക്കായി കഷ്ടതകൾ ഏറ്റൊരു നാഥ, ഞങ്ങളെ നീ അനുഗ്രഹിച്ചവയിൻ പങ്കും നീ രാജോഹരിയും നൽകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പെരുന്നാളുകളിൽ അന്ത്യത്തിൽ പെസഹാബലിക്കായി ദൈവത്തിൻ കുഞ്ഞാടായവൻ തന്നെത്താൻ ഒരുക്കിയിടുന്നു മനസ്സോടെ. തിരുവേദത്തിൻ രഹസ്യങ്ങൾ നിവർത്തിക്കുന്നു ഗുരുനാഥൻ. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വഴിപിണക്കത്തിൽ വലഞ്ഞവരെ നീ വീണ്ടതിനാൽ ജാതികളും സ്തോത്രം പാടുന്നവരാദം. നിൻ ക്രൂശിൻ വിടുതൽ മൂലം ഭൂതലം നിന്നെ നമിക്കുന്നു. നിനക്കും താതനും സൂഹായിക്കും സ്തുതിയുണ്ടാകട്ടെ നേക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. 77 പുറം, പേജ് 77.
തന്റെ പെസഹായാലേ എന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മഷിയാ തമ്പുരാനെ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മിശിഹാ തമ്പുരാനെ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് എന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ. തന്റെ പെസഹായാലേ തന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മഷിയാ തമ്പുരാനെ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മിശിഹാ തമ്പുരാനെ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ. തന്റെ പെസഹായാലേ എന്റെ പെസഹായാലേ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മഷിയാ തമ്പുരാനെ പെസഹായുടെ കുഞ്ഞാടിനെ അഴിച്ച മിശിഹാ തമ്പുരാനെ, നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് നിന്റെ സഹായം ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ. പേജ് 32 കർത്താസ്തുതി നിനക്കു താതെ ബഹുമാനം സുശുദ്ധ റൂഹായ്ക്കു പുകഴ്ച വന്ദനം. പാപികളാകുന്ന നിന്നു ദയയാരിൽ അനുഗ്രഹം കൃപയും ചൊരിഞ്ഞിടണമേ നീ. മേലുള്ള യെരൂശലേം വാതിൽ തുറന്നിട്ടു മശിഹ സിംഹാസന പ്രാർത്ഥനയത്തണമേ. സ്തുതിയേൻ കർത്താവേ സ്തുതിയേൻ കർത്താവേ നിത്യ ശരണവുമേ സ്തുതിതേ. ബാരക്കുമാ. Our Father who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our sins and offenses, as we forgive those who sin against us. Lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power, and the glory, forever and ever. Amen. Glory be to our Lord, and may his blessings be and mercy be upon us all. The Holy Gospel of our Lord Jesus Christ, as proclaims life and salvation to the world, as recorded by the Apostle Matthew. In the days of Jesus the Christ, our Lord and Savior, the Word of life, God incarnate of the Blessed Virgin Mary, he thought in this manner. So we believe and affirm. The Holy Gospel is taken from the 25th chapter of the Gospel according to St. Matthew, verses 14 to 30. For it is as if a man going on a journey summoned his slaves and entrusted his property to them. To one he gave 5 talents, to another 2, to another 1, to each according to his ability. Then he went away. The one who had received 5 talents went off at once and traded with them and made 5 more talents. In the same way, the one who had 2 talents made 2 more talents. But the one who had received the 1 talent went off and dug a hole in the ground and hid his master's money. After a long time, the master of those slaves came and settled accounts with them. Then the one who had received the 5 talents came forward, bringing 5 more talents, saying, Master, you handed over to me 5 talents. See, I have made 5 more talents. His master said to him, Well done, good and trustworthy slave. You have been trustworthy in a few things. I will put you in charge of many things. Enter into the joy of your master. And the one with the 2 talents also came forward, saying, Master, you handed over to me 2 talents. See, I have made 2 more talents. His master said to him, Well done, good and trustworthy slave. You have been trustworthy in a few things. I will put you in charge of many things. Enter into the joy of your master. Then the one who had received the 1 talent came forward, saying, Master, I knew that you are a harsh man, reaping where you do not sow, gathering where you do not scatter food. So I was afraid, and I went and hid your talent in the ground. Here you have what is yours.
But his master replied, You wicked and lazy slave, you knew, did you, that I reap where I did not sow, and gather where I did not scatter? Then you ought to have invested my money with the bankers, and on my return, I would have received at what was my own with interest. So take the talent from him and give it to the one with the 10 talents. For to all those who have more will be given, and they will have an abundance. But from those who have nothing, even what they have will be taken away. As for this worthless slave, throw him into the outer darkness, where there will be weeping and gnashing of teeth. Glory be to our Lord, and may His blessings, mercies be upon us all. And with your spirit also. Please take this Tuesday service. Page 13. Page 13. Let us sing the Vespers of St. Ephraim's discourse. O thou dear Lord and our God, help me wake up from this sleep, and then may I stand awake in thy holy presence, Lord. If you grant me a sleep again, may my sleep then also be considered before thee, Lord, perfect and without a fault. If I blunder when awake, thy grace will deliver me. If I falter in my sleep, may thy mercy pardon me. By the peace of thy cross, grant me thou a restful sleep. Vain dreams and ungodliness, keep them far away from me. Through a calm and peaceful sleep, grant me peace throughout the night. May wrong thoughts and wickedness not have their hold over me. O Lord, since I am thine own, keep me safe under thy wings. Send to me an angel bright, guard me from all evil things, from all vain and evil thoughts. Guard and keep me safe, O Lord, for I have experienced thy body which gives me life. When I am in peaceful sleep, thy blood keeps watch over me. Freedom to thy creation, grant this by thy mercy, Lord. May this body thou hast made be governed by thy right hand. May thy mercy like a fort be around me when I stand. While I am in deep slumber, vigil keeps thy strength and power. May my sleep in thy presence be fragrant like sweet incense. O Master, who nurtures me, this is what I ask of thee. May my slumber never be hindered by the evil one. O my Lord, who strengthens me, thou gave up thy life for me, and now to stop hurting me, keep Satan away from me. O Lord, all thy promises, may them be fulfilled in me. By thy death on Calvary, guard my life, I ask of thee.
all my moments when awake. Help me to glorify Thee. All my moments when I sleep, O Thy mercy let me seek. Help me see Thy will for me. Help me do what Thou wants me. From the goodness of Thy heart, grant me Thou a pure clean heart. I have now been reconciled, and I have been justified. O my Savior and my Lord, Thou hast made me wholly Thine. O Thou art the light of light, and Thou dwellest in the light. We the children of Thy light humbly bow and worship Thee. Praise Thee and may Thy blessings dwell on us forevermore, both in this world and also in heaven forevermore. My Lord, praise be unto Thee. Praise Thee, we praise Thee. 100-fold and 1,000-fold, endless praise be unto Thee. O our Lord, who hears our prayers, O our Lord, who grants our pleas, hear the prayers we ask of Thee. Grant our pleas, we beseech Thee. Kyrie eleison, Kyrie eleison, Kyrie eleison. Please turn with me to page 17 of the Nicene Creed. Page 17 of the Nicene Creed. We believe in the one true God, the Father Almighty, maker of heaven and earth, and of all things visible and invisible. We believe in one Lord Jesus Christ, the only begotten Son of God, begotten of the Father before all world, light of light, very God of very God, begotten not made, being of one substance with the Father, by whom all things were made, who for us men and for our salvation came down from heaven and was incarnate by the Holy Spirit of Virgin Mary and was made man. He was crucified also for us in the days of Pontius Pilate. He suffered and died and was buried. the third day he rose again by his Father's holy will, Ascended into heaven and he sits said at the the right hand of the Father. He shall come again with glory to judge both the living and the dead, and of his kingdom there will be no end. We believe in the Holy Spirit, the Lord and giver of life, who proceeds from the Father, who with the Father and Son together is worshipped and glorified, who spoke by the prophets and apostles, and we believe in one holy Catholic and Apostolic Church. We acknowledge one baptism for the remission of sins, and look forward to the resurrection of the dead and the new life of the world to come. Amen. Bless us, O Lord. Let us stand reverently. Kyrie eleison. Please be seated. Today's prayers are all referring to Pesach. In actual fact, we have the Maundy Thursday tomorrow. This is because our church, the Eastern Church, follows the Jewish time. Jewish time is after 6 o'clock is the following day. In our churches in Kerala and many other parts, the Pesach is, the communion is on the morning of Thursday. But obviously, because we have work, we put it in the evening. That's why the prayers that are here are the Pesach prayers. Tomorrow, if you happen to be here, I will be showing a diagram of the meaning of Pesach, Passover, and correlation between Maundy Thursday and also the Holy Communion that we are conducting. So there should be. Many people ask why Maundy Thursday is known as Pesach and Passover and Festival of the Unleavened Bread, പുളിപ്പില്ലാത്ത അപ്പം പുളിച്ച അപ്പം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ വ്യാഴാഴ്ചയും പെസഹ വ്യാഴാഴ്ചയും എൻ്റെ പ്രസംഗത്തിനോടൊപ്പം
I will also teach this because it is informative. We need to understand that. The passage that we read just now talks about a master gave 3 of his servants 5 talents, 2 talents, and 1 talent. And he went away. He went away, and when he came, he asked about what did you do with the 5 talents, 2 talents, and 1 talent. Actually, this talks about the context of it is that Jesus is teaching his disciples. There will come a time when Jesus is going to be absent from their life, physical absence. And while there is a physical absence, there is an interim period before Christ is resurrected. But this refers to the time that we are living, from the time now till the second coming of Christ. So actually, this is we can entitle this as the ethics of the interim period. We are all living in interim period, isn't it? We are all living in interim period. We have very short life. We do not know when, especially during this COVID season. You may see your person next, and the next day he will be gone. Our life is being hastened. We are all being taken away. Nobody knows when we are about to go. But while we are living in this world, we have to be trustworthy. We have to be good stewards. We have to be honest to ourselves. What we do in our interim period determines our eternity. What we do in our interim period determines our eternity. Some people said this is common in some sects of the Christianity. He said, I have accepted Christ, I have given my soul to Christ. Of course, that is there. All of us have given his soul, and after our life is over, our soul will depart. Jesus, keep my soul. We all sing that very well and good. But don't ever have the notion, once the soul is there, I can do whatever here that is against the will of God. My soul is safe and secure and has been saved. What I do with my body is none of your concern. That is not what the Bible says. Our Christian faith doesn't teach us that. While we live in this body, our mind, body, and soul are the tripartite understanding of our human being is there. Of course, our soul is there with him. Today you will be with me in paradise. That is a promise given to the thief that was saved. Does that mean that he's already there in paradise? No, there is an anticipation that he will be there. At the end, at the second coming, all of us will be there. The promise has been given to the thief. So when Jesus said, today you will be in paradise, this is an affirmation that Jesus is giving, that your soul is guaranteed. That doesn't mean at all what you can do whatever you like. You can kill and you can lie and you can cheat and anything, as long as my soul is there. Don't ever think that. In our interim period, we are asked to be honest to ourselves. The master is obviously going to leave us. But during that interim period, we have to know the presence of the master, the mind of the master. The person who was given 5 talents, 2 talents, and 1 talent, they know very well the master is away. The person who is given 5 talents and 2 talents invested or worked with the assurance that what the master wanted him to do. It is in 1 Corinthians, Paul says, to know the mind of Christ. We are to mature in Christ like by having the mind of Christ. കർത്താവിൻ്റെ മനസ്സ് നമ്മുടെ ഉള്ളിൽ ഒഴിക്കണം. കർത്താവിൻ്റെ മനസ്സുള്ളിലാണെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. We have to do what God wants us to do. Justice, righteousness, peace, peaceable, and all those things. And honesty, and all those things are very, very important. And we cannot praise God with our tongue, and we cannot lie with that same tongue. Isn't it? So, കർത്താവിൻ്റെ മനസ്സറിഞ്ഞവര്, ഈ 2 പേര് കർത്താവിൻ്റെ മനസ്സറിഞ്ഞവരാ.
മറ്റവൻ എന്തുവാ? The person with that one talent, അവനും മനസ്സറിഞ്ഞു, അവൻ അതിൽ കൂടുതൽ അറിഞ്ഞു മാസ്റ്ററിനെ കുറിച്ച്. This person, he was also given one talent. അവൻ പോയിട്ട് മറ്റുള്ളവർക്ക് എന്താ കൊടുക്കുന്നതെന്ന് നോക്കി. ഇതെല്ലാം മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. We are human beings. We like to compare, isn't it? What the other person got. അല്ലാതെ അവന് കൊടുത്തത് അവന് ശരിയാവണ്ണം ഉപയോഗിക്കുവല്ല. Not that he is using the talent that he has been given. He started മലയിൽ പറഞ്ഞ ചോച്ചോ ഹിയ ചോച്ചോതെ എല്ലാവരോടും പോയി പറഞ്ഞു കാണും. അവർക്ക് 5 ഞാൻ പറയുമല്ലോ, ഈ പട്ടികൾക്കും പൂച്ചകൾക്കും എല്ലാം കൊടുത്താൽ സണ്ണി നോസ്, യു പുട്ട് ദ പ്ലേറ്റ് ഹിയർ, ദേ വിൽ ഓൾവേസ് ലുക്ക് അറ്റ് ദി അതർ പ്ലേറ്റ്. നമ്മുടെ ചില മനുഷ്യരും അങ്ങനെയാ, ഒന്ന് കൊടുത്താൽ മറ്റുള്ളവനാ എന്നെക്കാളിലും കൂടുതൽ കൊടുത്തോ. ചിലരൊക്കെ, എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എവറിബഡി, സം പീപ്പിൾ ലൈക്സ് ടു ഡു ദാറ്റ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്. എന്നാൽ കൊടുത്തത് വിശ്വസ്തയോടെ, ഡെഡിക്കേറ്റഡ്. The master honored the dedication of that person. The most important thing is the character that you build while you are waiting for the master. That is more important. The person with one, he said, you are a harsh person, you are a hard man. You are a hard man, you are a harsh person. ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം because people want to have more than what is required. It is Gandhi who said there is enough resources for every man's need, not for every man's greed. Greedum, prejudiceum, paishanyum, when prejudice and jealousy and or greed and all overtakes us, then we tend to harness other people's. ഇന്ന് നടക്കുന്ന മിക്കവാറും conflicts, all the conflicts that are happening around the nations are because of greed. Why is the military junta holding on to power in Myanmar for many years? This is the only country in this region, after killing Aung San Suu Kyi's father, they have never let go, and they are going on a spree because they want to safeguard their trade, because that is the golden triangle where drugs are being cultivated. They want to preserve their interest. They don't want to let go of their power. So much of conflicts are happening because a group of people wants to have. But if it is for man's greed, the resources will deplete. The resources will obviously deplete. But if it is for man's need, there are enough resources, because the world is full with good things. Especially in the context of Malaysia. Malaysia is so rich. But we do not want to go more than why it is being, why we are lacking in resources. And so, let us have the mind of Christ. Let us build a character while we wait for the second coming. And Jesus is preparing his disciples. I am about to go, but with what you have, use it properly, wisely, and with good stewardship. Let us pray. Can I ask Sunny to pray, please? Glory to you, Father. At this stage, Father, as we commemorate this Passion Week of Father, we humble ourselves before you, Father, that you will humble yourself and give your life to us, Father. You went through pain and humiliation for us, Father. You were crucified on the cross and shed a blood for us, Father. Oh God, Father, help us to recognize the love that you have for us, Father. Oh Father, you have given us talent. Help us to use the talent to glorify your name, Father. Help us to walk with you and help us to worship and glorify your name, Father. We ask this all in the precious name of the Lord Jesus Christ, the Lord and Savior. Amen. Shall we all stand? Page 17. Page 17. The Huttama, closing prayer.
Our Lord and our God, praise be to you forever. Praise be to you. Praise be to you, our Lord Jesus Christ. By your grace and infinite mercy, hear our prayers and accept our worship. Our Lord and our God, come to our help and make us holy forever. Our Lord, may our worship be pleasing to you, our adoration agreeable, our supplications acceptable, and our prayers honorable to you. O Lord, may your blessings, mercies, help, grace, and all your divine gifts descend upon us who are weak and dull with the potentially weak humanity forever. Amen. Blessed are you by the Lord who made the heavens and the earth. May the Lord bless and sanctify all of us who have come prepared and joined us in this spiritual worship. May our humble and inadequate prayers be heard and accepted before his throne of grace of the triune God, the Father, Son, and Holy Spirit. Amen. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവായേ മനസാലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമീൻ മനസാലിയുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമീൻ. You may put your offertory in the basin there. Tomorrow we will have the service starting at 8 o'clock with a short service of the of the Maundy Thursday, followed by the communion in Malayalam. It will also be short because during this time we cannot lengthen our service, and also we have to prepare for Good Friday. Thank you.